ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ബൈ ഗ്രേസ് യൂട്യൂബ് ചാനൽ. ഇത് ഡിഫ്രാക്ഷൻ്റെ ഫസ്റ്റ് ലെക്ചറാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിഫ്രാക്ഷൻ, അതേപോലെ തന്നെ ഡിഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്, ഡിഫ്രാക്ഷൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനും ഫ്രെനൽ ഡിഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇതാണ്, വാട്ട് ഈസ് മെൻ ബൈ ഡിഫ്രാക്ഷൻ. What is a condition for light to diffract? Give examples for diffraction patterns. നോക്കൂ, ഡിഫ്രാക്ഷൻ എന്താണ്? ഡിഫ്രാക്ഷൻ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ബെൻഡിങ് ആണ്. നമ്മളിവിടെ പറയുന്നത് ലൈറ്റിൻ്റെ ബെൻഡിങ് ആണ്, ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിന് മാത്രമല്ല, എല്ലാ വേവ്സിനും എന്ത് ചെയ്യാൻ പറ്റും? ബെൻഡ് ചെയ്യാൻ പറ്റും. സോ ഡിഫ്രാക്ഷൻ ഇസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. നോക്കൂ, ഇവിടെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസിലാണ്. എല്ലായിടത്തും ലൈറ്റിന് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ മതിലിനെ ചാടി കിടക്കാൻ പറ്റും. നിങ്ങളുടെ ഹൈറ്റിലുള്ള മതിലിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും. പക്ഷെ നിങ്ങൾക്കൊരു ബിൽഡിങ്ങിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല, ബിൽഡിങ്ങിനെ ചാടി കിടക്കാൻ പറ്റില്ല. വലിയൊരു ബിൽഡിങ്ങിനെ നിങ്ങൾക്ക് ചാടി കിടക്കാൻ പറ്റില്ല. ഒരു ബിൽഡിങ്ങിനെ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ റേഞ്ചിലുള്ള, നിങ്ങളുടെ ഒരു സൈസിലുള്ള ഒരു ഒബ്സ്റ്റക്കിൾ അല്ല അത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ലൈറ്റിന് ഒരു വേവ് ലെങ്ത് ഉണ്ട്. ആ വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ മാത്രം ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രോസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ വേവ് ലെങ്ത് അല്ലേ, ലാംഡ. ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ച് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഇത് റെഡിൻ്റെ റീജിയനാണ്, ഇത് വയലറ്റിൻ്റെ റീജിയനാണ്. അപ്പോൾ ഈ റേഞ്ചിലുള്ള ഒബ്സ്റ്റക്കിൾസ്, ഇത് വളരെ ചെറിയ സൈസാണ്. നിങ്ങൾക്കിതിനെ മൈക്രോമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ 0.4 മൈക്രോമീറ്റർ ടു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത മൈക്രോമീറ്ററിലേക്ക് മാറും. 0.7 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ വളരെ ചെറുതാണ്. മില്ലിമീറ്ററിനെക്കാളും, മില്ലിമീറ്ററിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൈക്രോമീറ്റർ കിട്ടുന്നത്. വളരെ ചെറിയൊരു ലെങ്ത് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ മോളിക്യൂൾസിൻ്റെ എയർ മോളിക്യൂൾസിൻ്റെയും ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെയൊക്കെ സൈസാണ്. അതുകൊണ്ട് ഈ എയർ മോളിക്യൂൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോലും ലൈറ്റിനൊരു തടസ്സമാണ്. അതുകൊണ്ടാണ് ലൈറ്റ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിലും എയർ മോളിക്യൂൾസിലും സ്കാറ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കാറ്ററിങ് എന്താണെന്ന് അറിയുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡ് ചെയ്യാണ്. ലൈറ്റ് ബെൻഡ് ചെയ്ത് മാറി കടന്നു പോവാണ്. ബെൻഡ് ചെയ്യാണ് ഇവിടെ അറ്റ് ദ ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഷാർപ്പ് കോർണേഴ്സ് എന്ന് പറയാൻ കാരണം ആ സൈസ് എന്ത് വേണം? ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് അടുത്തുള്ള സൈസ് വേണം തടസ്സങ്ങൾക്ക്, ഒബ്സ്റ്റക്കിൾസിന്. ഓക്കെ, സോ ഡിഫ്രാക്ഷൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ക്ലിയർ ആണല്ലോ? ഇനി ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഒക്കേഴ്സ് വെൻ ദ സൈസ് ഓഫ് ഒബ്സ്റ്റക്കിൾ ഈസ് കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വളരെ കുറവായതുകൊണ്ട് അതിനടുത്തുള്ള സൈസ് ഒബ്സ്റ്റക്കിൾസിൻ്റെ, അതിനടുത്ത സൈസുള്ള, അതിന് കമ്പയറബിൾ ആയിട്ടുള്ള സൈസുള്ള ഒബ്സ്റ്റക്കിൾസിന് മാത്രമേ ലൈറ്റിന് ഡിഫ്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ സൗണ്ട് എടുക്കുകയാണെങ്കിൽ സൗണ്ടിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് സൗണ്ടിന് വലിയ തടസ്സങ്ങളെയൊക്കെ എന്ത് ചെയ്യാം? ഡിഫ്രാക്ട് ചെയ്ത് പോവാം. ഒരു ബിൽഡിങ്ങിനെയൊക്കെ കടന്നു പോവാം, സൗണ്ടിനെ ഡിഫ്രാക്ട് ചെയ്ത് പോവാം. ഓക്കെ, നമ്മൾ മൊബൈലിലേക്ക് യൂസ് ചെയ്യുന്ന മൈക്രോവേവ്സിൻ്റെ വേവ് ലെങ്ത്തും കുറച്ചുകൂടി കൂടുതലാണ്. കുറച്ചുകൂടി നല്ല ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടുതലാണ്. അപ്പോൾ അവർക്ക് കുറേ തടസ്സങ്ങളെയൊക്കെ ബെൻഡ് ചെയ്ത് കടന്നു വരാൻ പറ്റും. ഓക്കെ, റേഡിയോ വേവ്സ്, റേഡിയോയിൽ യൂസ് ചെയ്യുന്ന വേവ്സിൻ്റെയൊക്കെ ആ റേഞ്ച് കുറേ കൂടി കൂടുതലാണ്. പ്രത്യേകിച്ച് AM റേഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്ന വേവ്സ് കുറേ കൂടി വേവ് ലെങ്ത് ഉള്ളതാണ്. അതുകൊണ്ട് അവർക്ക് കുറേ കൂടി തടസ്സങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും. വേവ് ലെങ്ത്തിനനുസരിച്ചാണ് ഡിഫ്രാക്ഷൻ നടക്കുക. ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി ഡിഫ്രാക്ഷന് കോമൺ ആയിട്ട് കാണുന്ന, മുമ്പൊക്കെ സയൻറ്റിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന ലൈറ്റിന് ബെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പിന്നീട് അവർക്ക് മനസ്സിലായി ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ബെൻഡ് ചെയ്ത ലൈറ്റ് സൂപ്പർഇമ്പോസ് ചെയ്തൊരു പാറ്റേൺ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായി? ബെൻഡ് ചെയ്ത ലൈറ്റ് സൂപ്പർഇമ്പോസ് ചെയ്ത് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ലേസർ ബീം, ഒരു ചെറിയൊരു അപ്പർച്ചർ, നാരോ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ടൈനി ഹോൾ, ഒരു ചെറിയ ഹോളിൽ കൂടെ കടന്നു പോകണം. അപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു സ്പോട്ട് മാത്രമല്ല. ഇപ്പോൾ ഇത് ലേസർ അല്ലേ, ലേസറിൻ്റെ ഒരു സ്പോട്ട് മാത്രമാണ് ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
മനസ്സിലായി? ബാക്കി ഭാഗത്തെല്ലാം ഷാഡോ അല്ലെങ്കിൽ ഡാർക്ക്നെസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എന്താ കാണുന്നത്? ഒരു പാറ്റേണാണ് കാണുന്നത്. ബ്രൈറ്റും ഡാർക്കും പിന്നെയും ബ്രൈറ്റും ഡാർക്കൊക്കെ ആയിട്ടുള്ളൊരു അപ്പർച്ചറിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ അല്ലേ? ഞാൻ ആ വേർഡ് തെറ്റി പറഞ്ഞതല്ല. ഈ ഇവിടെ നമുക്കറിയാം ലൈറ്റ് ഇവിടെ കടന്നു വരുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യും, ഡിഫ്രാക്ട് ചെയ്യും. ഓക്കെ, ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്യും. ആ ഒബ്സ്റ്റക്കിളിൽ വെച്ച് ഡിഫ്രാക്ട് ചെയ്യും. ഇങ്ങനെ ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ് മീറ്റ് ചെയ്താലാണ് ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ് മീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഇൻ്റർഫിയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുക. എല്ലായിടത്തും ബ്രൈറ്റും ഡാർക്കും ആയിട്ടുള്ള അല്ലെങ്കിൽ മാക്സിമം മിനിമം ആയിട്ടുള്ള പാറ്റേൺ കിട്ടണം. ഈ വേവ്സ് കൂട്ടിമുട്ടണം, ഇൻ്റർഫിയർ ചെയ്യണം. മനസ്സിലായ? ഇൻ്റർഫിയർ ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസ് ചെയ്യണം. അപ്പോൾ ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ് ആയാലും സൂപ്പർ ഇമ്പോസ് ചെയ്താലാണ് ഇങ്ങനെ പാറ്റേൺ കിട്ടുള്ളൂ. മനസ്സിലായ? ഡിഫ്രാക്ട് ചെയ്ത ലൈറ്റ് കൂട്ടിമുട്ടുമ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് പാറ്റേൺ കിട്ടുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബെൻഡിങ് ആണ്. ബെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ ഒരു പാറ്റേൺ കിട്ടില്ല നമുക്ക്. മനസ്സിലായി? ഡിഫ്രാക്ഷൻ മാക്സിമം മിനിമം ഒക്കെ ഉള്ള പാറ്റേൺ കിട്ടില്ല. അതിനവർ ലൈറ്റ് ഇൻ്റർഫിയർ ചെയ്യും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഈ സാധാരണ നമ്മൾ ഡിഫ്രാക്ഷൻ കാണുന്ന ചില എക്സാമ്പിൾസ് സി ഡിയിൽ കോമ്പാക്ട് ഡിസ്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് ഡിസ്ക് സി ഡിയിൽ നമ്മൾ കളേഴ്സ് കാണാൻ പറ്റും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെയിൻബോ കളേഴ്സ് അല്ലെങ്കിൽ വിബ്ജോർ കാണാൻ പറ്റും. അതിന് കാരണം ഡിഫ്രാക്ഷനാണ്. ആ സി ഡിയിൽ റൈറ്റിംഗ് ഉള്ള എഴുത്തുള്ള ഭാഗവും എഴുത്തില്ലാത്ത ഭാഗവും. മനസ്സിലായ? എഴുത്തുള്ള ഭാഗം ഒപ്പേക്കായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ എഴുത്തില്ലാത്ത ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോഴാണ് അതൊരു അപ്പർച്ചർ പോലെ ആക്ട് ചെയ്യുക. അങ്ങനെയാണ് അത് ഡിഫ്രാക്ട് ചെയ്യുക. കടന്നു പോകുന്ന ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് പാറ്റേൺ കിട്ടുന്നത്. ഓക്കെ, സി ഡിയിലേക്ക് നിങ്ങളൊരു ലേസർ അടിക്കുകയാണെങ്കിൽ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ്, ലേസർ അടിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ സ്പോട്ടുകൾ, ഒരു സ്പോട്ടല്ല കുറേ സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡിഫ്രാക്ഷൻ കാരണം കുറേ സ്പോട്ടുകൾ കാണാൻ പറ്റും. സി ഡിയോ ഡി വി ഡിയോ അതിലുള്ള ഡിഫ്രാക്ഷൻ. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു രണ്ട് ബ്ലേഡിൻ്റെ എഡ്ജ് വെച്ചിട്ട് രണ്ട് ബ്ലേഡിൻ്റെ എഡ്ജ് വളരെ അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ അതിൽ കൂടെ ലേസർ അടിക്കുകയാണെങ്കിൽ വളരെ അടുപ്പിച്ച് വെക്കണം. മില്ലിമീറ്ററിനേക്കാളും താഴെ ഡിസ്റ്റൻസ് വരാവൂ. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ലേസർ അടിക്കുകയാണെങ്കിൽ ആ സ്ലിറ്റിൽ ബ്ലേഡിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് എഡ്ജുകളാണ്. ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന എക്സാമ്പിൾസാണ്. സി ഡി നമ്മൾ നാച്ചുറലി കാണാൻ മീൻസ് സി ഡി നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. അപ്പോൾ സി ഡിയിലെ കളേഴ്സ് കാണും. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ബ്ലേഡിൻ്റെ എഡ്ജുള്ള ഡിഫ്രാക്ഷനും അല്ല സി ഡിയിൽ ഡിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിഫ്രാക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഡിഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ പറഞ്ഞു അല്ലെ? ഡിഫ്രാക്ഷൻ ഇറ്റ് ഇസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ ഷാർപ്പ് കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഡിഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താ? സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ഷുഡ് ബി കമ്പയറബിൾ വിത്ത് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്ന് ഓർത്ത് വയ്ക്കുക. 400 നാനോമീറ്റർ തൊട്ട് 700 നാനോമീറ്റർ ആണ്. പിന്നെ സി ഡിയിൽ കളേഴ്സ് കാണുന്നതും ബ്ലേഡിൻ്റെ എഡ്ജിൽ ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്യുന്നതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ട് തരം ഡിഫ്രാക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനും ഫ്രെണൽ ഡിഫ്രാക്ഷനും. ഇതാണ് അടുത്ത്. ഫ്രെണൽ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. നിങ്ങൾക്ക് എക്സാമിനൊക്കെ യൂണിവേഴ്സിറ്റി എക്സാംസിന് പഠിക്കുന്നവർക്ക് എക്സാംസിനൊക്കെ നോട്ട് ആവശ്യമുള്ളത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയാവും. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫ്രെണൽ ഡിഫ്രാക്ഷൻ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ. ഇവിടെ ഫ്രെണൽ ഡിഫ്രാക്ഷനും ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഫ്രെണൽ ഡിഫ്രാക്ഷനിൽ the source of light and the screen are at finite distances from the obstacle. Obstacle എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പർച്ചർ, ഏതിലാണോ ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്യുന്നത് അതാണ് ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ സ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളിൽ നിന്ന് ലൈറ്റ് സോഴ്സും അതേപോലെ തന്നെ സ്ക്രീനും, നമ്മൾ ഈ പാറ്റേൺ കാണുന്ന സ്ക്രീനും ഫൈനിറ്റ് ഡിസ്റ്റൻസ്, ഇൻഫിനിറ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഫൈനിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ്. ഓക്കെ, 1/2 മീറ്ററോ 1 മീറ്ററോ അങ്ങനെ ഫൈനൽ ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിനെ ഫ്രെണൽ ഡിഫ്രാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ഈ വേവ് ഫ്രണ്ട്, നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് പഠിക്കുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. വേവ് ഫ്രണ്ട് സ്പെറിക്കലായിരിക്കും അല്ലെങ്കിൽ സിലിണ്ടറിക്കലായിരിക്കും. നമുക്കറിയാം ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് പുറത്ത് വരുന്ന വേവ് ഫ്രണ്ട് നമ്മൾ സ്പെറിക്കലായിട്ടാണ് പറയുക അല്ലേ? സ്പെറിക്കൽ വേവ് ഫ്രണ്ട്. അതേപോലെ ലീനിയർ സോഴ്സ് ആണെങ്കിൽ എന്ത് വരും? അത് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വേവ് ഫ്രണ്ടാണ് ഉണ്ടാകുക. അതുണ്ടാകുക സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ് അല്ലേ? വേവ് ഫ്രണ്ട് അഡ്വാൻസ് ചെയ്യുക സിലിണ്ടറുകളായിട്ടാണ്, അങ്ങനെയല്ലേ നമ്മൾ എടുക്കുക? അതെ, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്.
പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, പോയിന്റ് സോഴ്സ് പറഞ്ഞാൽ സോഴ്സിനടുത്തൊക്കെ നമുക്ക് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പെറിക്കൽ വേവ് ഫ്രണ്ടും പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്യും, പ്ലാനർ ആയിട്ട് ഫീൽ ചെയ്യും. സിലിണ്ടറിക്കൽ ആയാലും പ്ലാനർ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായതുകൊണ്ട് ഈ വേവ് ഫ്രണ്ടുകൾ സ്പെറിക്കലോ അല്ലെങ്കിൽ സിലിണ്ടറിക്കലോ ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ്, ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ സോഴ്സ്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യം നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റും, രണ്ട് സെൻറ്റൻസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രനൽ ഡിഫ്രാക്ഷനിൽ സോഴ്സ് ഓഫ് ലൈറ്റും അതേപോലെ തന്നെ സ്ക്രീനും ദർ അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസസ് ഫ്രം ദ ഒബ്സ്റ്റക്കിൾ, അല്ലെങ്കിൽ ഫ്രെനൽ ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കാം, ഫ്രെനൽ ക്ലാസ് ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ വേവ് ഫ്രണ്ടുകൾ ഇൻസ്റ്റന്റ് വേവ് ഫ്രണ്ട് ആയാലും ഡിഫ്രാക്ട് ചെയ്ത് വേവ് ഫ്രണ്ട് ആയാലും സ്പെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ആയിരിക്കും. ഇനി ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ, ദ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ ആർ അറ്റ് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസസ് ഫ്രം ദ ഒബ്സ്റ്റക്കിൾ. ഇവിടെ ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു ഫ്രനൽ ഡിഫ്രാക്ഷനിൽ. ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനിൽ അത് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസുകളാണ്. അപ്പോൾ ഈ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് വേവ് ഫ്രണ്ടും ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും എങ്ങനെയാണ്? ദേ ആർ പ്ലെയിൻ, പ്ലാനർ വേവ് ഫ്രണ്ട് ആണ്, പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. നമ്മൾ സാധാരണ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇങ്ങനെ വരയ്ക്കാറുണ്ട്. റേകൾ എല്ലാ വേവ് ഫ്രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്ലെയിൻ വേവ് ഫ്രണ്ട്, ദ ഇൻസ്റ്റന്റ് വേവ് ഫ്രണ്ട് ആൻഡ് ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് വിൽ ബി പ്ലെയിൻ. ഇതാണ്. പക്ഷെ അതെൻ്റെ ഇതിൽ ഈ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് നമ്മൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ ആണ്. ഈ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്നുള്ളത് എപ്പോഴും ആവശ്യമില്ല. പക്ഷേ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയും. ഇതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, ഫ്രനൽ ഡിഫ്രാക്ഷനിൽ ഒരു പോയിന്റ് സോഴ്സ്, അതൊന്ന് ലൈറ്റ് നേരിട്ട് വന്ന് സ്ലിറ്റിൽ കൂടെ കടന്നു വന്നു സ്ക്രീനിലേക്ക് വീഴുന്നു. ഇവിടെ ലെൻസുകൾ യൂസ് ചെയ്യുന്നില്ല, മനസ്സിലായ? നോ ലെൻസസ് ആർ യൂസ്ഡ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ലെൻസുകൾ യൂസ് ചെയ്യാണ്. ഇപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് കിട്ടാൻ വേണ്ടി, ഇത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്, വേവ് ഫ്രണ്ട് ചുരുക്കത്തിലായിരിക്കും. പ്ലെയിൻ വേവ് ഫ്രണ്ട് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഒരു കോൺവെക്സ് ലെൻസ് വെച്ചേക്കാണ് സോഴ്സിനടുത്തായിട്ട്, അല്ലെങ്കിൽ ഈ സോഴ്സ് ഇരിക്കുന്നത് ഈ ലെൻസിൻ്റെ ഫോക്കസിലാണ് അല്ലെങ്കിൽ ഫോക്കൽ പ്ലെയിനിലാണ്. ഓക്കെ, ഫോക്കൽ പ്ലെയിനിലാണ് ലെൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഈ സ്ലിറ്റ് കഴിഞ്ഞ് ഈ ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലാണ് സ്ക്രീൻ ഇരിക്കുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് ഇവിടെ ലെൻസ്, സോഴ്സ് കഴിഞ്ഞ ഒരു ലെൻസ് ഡിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടിനെയും ഒരു ലെൻസിൽ കൂടെ കടത്തി, അങ്ങനെ കടത്തി വിട്ടിട്ടാണ്, ഈ ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ സോഴ്സ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്നുള്ള സോഴ്സുകളല്ല നമ്മൾ ഉപയോഗിക്കുക. സാധാരണ ഇൻഫൈനിറ്റ് ഡിസ്റ്റൻസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സണ്ണും സ്റ്റാർസൊക്കെയാണ്. പ്രധാനമായിട്ട് സൺലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് പാരൽ ബീം കിട്ടാറുണ്ട്. ഓക്കെ, പക്ഷെ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ലെൻസ് യൂസ് ചെയ്യാണ്. ലെൻസ് യൂസ് ചെയ്തിട്ടാണ് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്, ഇത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ്, സ്പെറിക്കൽ വേവ് ഫ്രണ്ടിന് നമ്മൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആക്കി മാറ്റുന്നത് ലെൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യത്യാസമായിട്ട് ഇങ്ങനെ കൂടി എഴുതാം. ഇൻ ഫ്രനൽ ഡിഫ്രാക്ഷൻ നോ ലെൻസ് ആർ യൂസ്ഡ്. ഇൻ ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ വി യൂസ് ലെൻസസ് to convert spherical wavefront into, or a cylindrical wavefront into plane wavefront. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ലെക്ചറിൽ ഞാൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ലെക്ചറിൽ പറയാനുള്ളത് ഒരു ഡെറിവേഷനാണ്, അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയാം, ഒരു ഡെറിവേഷനാണ്. അത് ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. താങ്ക് യു.